ഈ തമിഴ്നാട്ടിലും വിവാദ കഫ് സിറപ്പിന് നിരോധനമായിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ കഫ് സിറപ്പ് കുടിച്ച് കുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് നടപടി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സിറപ്പ് നൽകുന്നതും കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും വിതരണം ചെയ്ത മരുന്നുകളിൽ വിഷാംശം കണ്ടെത്താനായില്ലെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഈ നമ്മളെ വല്ലാതെ ഞെട്ടിച്ചതാണ്, മധ്യപ്രദേശിൽ തന്നെ ചിന്ദ്വാര ജില്ലയിൽ മാത്രം 9 കുഞ്ഞുങ്ങളാണ് മരണമടഞ്ഞത്. രാജസ്ഥാനിലും ഈ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ചു. ഇത് പരീക്ഷിച്ച ഡോക്ടറാണെങ്കിൽ കഫ് സിറപ്പ് കഴിച്ച് തല ഇറങ്ങി വീഴുകയും ചെയ്തു. ഇപ്പോൾ തമിഴ്നാട്ടിലും കഫ് സിറപ്പിന് നിരോധനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് രാജ്യവ്യാപകമായ നിരോധനമുണ്ട്. ഒരു കാരണവശാലും രക്ഷിതാക്കൾ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ് സിറപ്പ് കൊടുക്കരുത്. ആരെങ്കിലും അങ്ങനെ കഫ് സിറപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ കൊടുക്കരുത്. രാജ്യവ്യാപകമായി നിരോധനമുണ്ട്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. പൊതുവേ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഡോക്ടർമാർ സാധാരണ പറയുക. അപ്പോൾ ഏതെങ്കിലും ഡോക്ടർമാർ ഇനി 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ് സിറപ്പ് എഴുതിയാൽ പോലും നിങ്ങൾ കൊടുക്കണമെന്നില്ല എന്നുള്ളതാണ്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും കൊടുക്കരുത്. നമുക്കിപ്പം ആദിൽ പാലോടുണ്ട് ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോട്, കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വിഷാംശമൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഫ് സിറപ്പ് കൊടുക്കരുത് എന്ന് രാജ്യവ്യാപകമായി ഉത്തരവിറക്കിയിരിക്കുകയല്ലേ? എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ? മധ്യപ്രദേശിൽ 9 കുട്ടികളാണ് കഫ് സിറപ്പ് കുടിച്ച് മരിച്ചത്. രാജസ്ഥാനിലാകട്ടെ 2 കുട്ടികൾ മരിച്ചു. 10 കുട്ടികൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. അങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ ഈ വിധത്തിൽ കഫ് സിറപ്പ് കുടിച്ച് കുഞ്ഞുങ്ങൾ മരിക്കുന്നതിൽ വലിയ ഗൗരവത്തോടെ തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കാണുന്നത്. ഒരു ഉന്നതതല സമിതിയെ കഴിഞ്ഞ ദിവസം രൂപീകരിച്ചിരുന്നു. ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും മരിച്ച കുട്ടികളുടെ കുടുംബത്തെ കാണുകയും എന്താണ് സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കി റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് നൽകരുത് എന്ന നിർദ്ദേശം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകൾക്കും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് പരമാവധി ഒഴിവാക്കണം. ഒരു രോഗം വന്നാൽ മറ്റു വഴികളിലൂടെ, മരുന്ന് ഉപയോഗം എന്നതല്ല, വിശ്രമമടക്കമുള്ള മറ്റു വഴികളിലൂടെ രോഗശമനത്തിനുള്ള സാധ്യതകളാണ് തേടേണ്ടത് എന്നതാണ് എയിംസ് ഡയറക്ടർമാർക്കും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കത്ത് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം വരുന്നത് കോൾഡ് ഡ്രിഫ്റ്റ് കമ്പനിയുടെ കഫ് സിറപ്പ് തമിഴ്നാട്ടിൽ നിരോധിച്ചു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ പരിശോധനയിൽ മായമൊന്നും കണ്ടെത്തിയിട്ടില്ല, കെമിക്കലുകളില്ല എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിലെ ചില പരിശോധനകളിൽ ഈ കഫ് സിറപ്പിൽ കെമിക്കലുകൾ കണ്ടെത്തിയിട്ടുണ്ട്, വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏതായാലും തമിഴ്നാട് ആ സൂചനകൾ നിലനിൽക്കെ തന്നെ അതിന്റെ നിർമ്മാണവും വിതരണവും നിരോധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തീരുമാനം. ഏതായാലും രാജ്യത്താകെ തന്നെ കഫ് സിറപ്പ് ഉപയോഗിച്ച് കുട്ടികളെ മരിക്കുന്ന സംഭവം അതീവ ജാഗ്രതയോടെ തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വിതരണം ചെയ്യുന്ന മരുന്നെങ്കിൽ കേരളത്തിലും അത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായാലും രാജ്യത്താകെ ഒരു ജാഗ്രതയിലാണ് കഫ് സിറപ്പ് മരണങ്ങളിലുള്ളത്. അരുൺകുമാർ, ഓക്കെ, ആ കഫ് സിറപ്പിന്റെ പേരെന്താ പറയാൻ മടി എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഒരു മടിയുമില്ല, ആ പേര് നിങ്ങൾ എഴുതി വെച്ചോളൂ. കെയ്സൻസ് ഫാർമയുടെ കഫ് സിറപ്പാണ് കേട്ടോ. കെയ്സൻസ് ഫാർമ എന്നാണ് ആ കമ്പനിയുടെ പേര്. കെയ്സൻസ്, KAYSONS, കെയ്സൻസ് ഫാർമയുടെ ഡെക്സ്ട്രാമിഥോഫോർഫൻ HBR സിറപ്പ് എന്നാണ് ആ സിറപ്പിന്റെ ജനറിക് നെയിം. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിൽ ഈ കെയ്സൻ ഫാർമയുടെ മരുന്നിന് നിരോധനമുണ്ടെന്ന് അറിയുന്നു. രാജസ്ഥാനിലും ഒപ്പം മധ്യപ്രദേശിലും കുട്ടികൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് പരിശോധന നടത്തിയത്. പക്ഷേ പരിശോധനയിൽ വലിയ മായമൊന്നും അതിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാജസ്ഥാനിലാണെങ്കിൽ ലാബ് ഇവർക്ക് ക്ലിയർ ചെയ്യുകയും കൊടുത്തു. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അതുകൊണ്ട് അങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കണോ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകർക്ക് വിട്ടു നൽകുന്നു. അപ്പോൾ കെയ്സൻ ഫാർമയുടെ കഫ് സിറപ്പാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും നിരോധിച്ചിരിക്കുന്നത്. ആ പേരൊന്ന് സൂക്ഷിച്ചു വെച്ചോളൂ. മാത്രമല്ല 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ കഫ് സിറപ്പ് കൊടുക്കരുത്. പറ്റുമെങ്കിൽ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും കഫ് സിറപ്പ് കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്.